أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم بعثناكم من بعد موتكم لعلكم تشكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ വചനമാണ്. അർത്ഥം ഇപ്രകാരമാണ്: പിന്നീട് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ നാശത്തിന് ശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. കഴിഞ്ഞ ദർസിൽ മരണത്തിൻ്റെ വിവിധ അർത്ഥങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ശിക്ഷയെ ചില വ്യാഖ്യാതാക്കൾ പശുക്കുട്ടിയുടെ ആരാധനയുമായി ബന്ധിപ്പിക്കാറുണ്ട്. അതായത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജനത പശുക്കുട്ടിയെ ആരാധിച്ചതിനെ തുടർന്ന് അള്ളാഹു നൽകിയ ശിക്ഷയുമായി ബന്ധിപ്പിക്കാറുണ്ട്. ഇവിടെ വ്യക്തമായ വാക്കുകളിൽ ഇസ്രായേൽ ജനതയുടെ മറ്റൊരു കുറ്റകൃത്യമാണ് പരാമർശിക്കുന്നത്. അതായത് ദൈവത്തെ നേരിട്ട് കാണാതെ ഞങ്ങൾ മൂസായെ അനുസരിക്കില്ല എന്ന അവരുടെ നിലപാട്. കൂടാതെ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ശിക്ഷ പശുക്കുട്ടിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ശിക്ഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനാൽ ഈ സംഭവം വ്യത്യസ്തവും അതുമായി ബന്ധമില്ലാത്തതുമാണ്. ഈ വിഷയത്തിൽ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ എന്ന വാക്യം മൂസ അലൈഹി ഇസ്ലാമിനെ അനുസരിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചല്ല. ഇവിടെ അവർ മൂസ അലൈഹി ഇസ്ലാമയുടെ പ്രവാചകത്വത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല, മറിച്ച് ദൈവത്തെ നേരിട്ട് കാണാൻ മൂസ അലൈഹി ഇസ്ലാമയ്ക്ക് ലഭിച്ച പദവി തങ്ങൾക്കും ലഭിക്കുന്നതുവരെ അദ്ദേഹത്തെ അനുസരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മരണം എന്നത് യഥാർത്ഥ മരണമല്ല. വാസ്തവത്തിൽ യഥാർത്ഥ മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഖുർആനിലെ മറ്റ് വാക്യങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാകും. കാരണം ഈ ലോകത്തേക്ക് മരിച്ചവർക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് അൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുകയാണ്, حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنما كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. അതായത് അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അയാൾ ആവർത്തിച്ചു പറയും, എൻ്റെ നാഥ, എന്നെ നീ പിന്നോട്ട് മടക്കി അയക്കണമേ. ഞാൻ വിട്ടുപോകുന്ന ലോകത്ത്, അതായത് ഭൗതിക ലോകത്ത് വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. അള്ളാഹു പറയും, ഒരിക്കലുമില്ല, ഇത് അവൻ പറയുന്ന ഒരു വെറും വാക്കാണ്. അവർ പുനരുദ്ധാനം ചെയ്യപ്പെടുന്നതുവരെ അവരുടെ പിന്നിൽ ഒരു മറയുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മരിച്ചവർക്ക് ഈ ലോകത്തേക്ക് തിരികെ വരാൻ കഴിയില്ല എന്നാണ്. മനുഷ്യന് ലഭിക്കുന്ന ജീവിതം അടുത്ത ലോകത്തിലെ ജീവിതം ആരംഭിക്കുമ്പോഴാണ് പൂർത്തിയാകുന്നത്. ഇതിനു പുറമെ ഈ പുനർജന്മത്തിൽ യുക്തിപരമായ പ്രശ്നങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ മരിച്ച് തിരികെ വന്നാൽ അവൻ്റെ വിശ്വാസം നിർബന്ധിതമായിരിക്കും, അല്ലാതെ സ്വമേധയാ ഉള്ളതല്ല. ഈ ലോകത്ത് വിശ്വാസത്തിനൊരു പരിധി വരെ മറഞ്ഞിരിക്കുന്ന ഒരു വശം ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ അത്ഭുതങ്ങളിൽ പോലും ഒരു പരിധി വരെ മറവി നൽകുന്നത്, അല്ലെങ്കിൽ ഒരു മറ നൽകുന്നത്. അക്കാരണത്താലാണ് ആളുകൾ പ്രവാചകന്മാരുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവയിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷിക്കാൻ കഴിയുന്നത് പോലെ വിശ്വാസപരമായ കാര്യങ്ങളും അങ്ങനെ ആണെങ്കിൽ അതിൽ വിശ്വസിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ലാതാവും. അപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ അവ വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിലൂടെ ലഭിക്കേണ്ട പ്രയോജനമില്ലാതാകും. അതിനാൽ മരിച്ചവർ ഈ ലോകത്തേക്ക് തിരികെ വരുന്നത് വിശ്വാസത്തിൻ്റെ ഉദ്ദേശത്തെ തന്നെ റദ്ദാക്കുന്നു. ചുരുങ്ങിയ പക്ഷം ആ പുനർജനിച്ച വ്യക്തിക്കെങ്കിലും വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാകില്ല. പഴയകാല പണ്ഡിതന്മാരുടെ മനസ്സിലും ഈ സംശയം ഉടലെടുത്തിരുന്നു. ഇക്കാര്യത്തിൽ അൽ മാവർദി എഴുതുന്നു, ഒരു വ്യക്തി മരിച്ചതിന് ശേഷം തിരിച്ചു വന്നാൽ യാഥാർത്ഥ്യം അവന് വെളിപ്പെട്ടതിന് ശേഷം അയാൾക്ക് ആത്മീയമായ ബാധ്യതകൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ഒന്ന്, അവരുടെ ബാധ്യത നിലനിൽക്കും. കാരണം ഒരു ബുദ്ധിമാനും ആരാധനയിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പാടില്ല. രണ്ട്, അവരുടെ ബാധ്യത ഒഴിവാക്കപ്പെടും.
കാരണം ഒരു പ്രവൃത്തി ന്യായീകരണത്തിന്മേൽ അധിഷ്ഠിതമായിരിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം, അല്ലാതെ നിർബന്ധിതമായ അവസ്ഥയിലാകരുത്. ഈ സംശയം പഴയകാല പണ്ഡിതന്മാരുടെ മനസ്സിലുമുണ്ടായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. മരിച്ചവർ ഈ ലോകത്തേക്ക് തിരികെ വരുന്നത് ശരീഅത്തിലെ ചില കാര്യങ്ങളെ റദ്ദാക്കുമെന്ന ഈ സംശയം അവർ പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് തൃപ്തികരമായിരുന്നില്ല. അതിനാൽ യഥാർത്ഥത്തിൽ മരിച്ചവർ ഈ ലോകത്തേക്ക് തിരികെ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആയത്തിലോ ഖുറാനിലെ മറ്റ് ആയത്തിലോ മരിച്ചവർക്ക് ജീവൻ നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ മരണത്തിൽ നിന്നുള്ള ജീവിതമല്ല, മറിച്ച് ആത്മീയമായി മരിച്ചവർക്ക് ജീവിതം നൽകുക, അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിലെത്തിയ രോഗിക്ക് സൗഖ്യം നൽകുക, അല്ലെങ്കിൽ തകർന്ന ഒരു ജനത വീണ്ടും ഉന്നതിയിലെത്തുക, അല്ലെങ്കിൽ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ സമാനപരമായ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.